ഏകദേശം ഗവൺമെൻറ് VHSS മാതിരപ്പള്ളിയിലെ ഈ ഹയർ സെക്കൻഡറിയിൽ 2 വർഷം നിങ്ങളിവിടെ നിന്ന് പഠനം പൂർത്തിയായി. ഏകദേശം ഈ ഒരു ക്ലാസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിലേക്ക് കടന്നു, അതേ നിങ്ങൾ ഫൈനൽ എക്സാമിലേക്ക് കടന്ന് നിങ്ങളുടെ ഈ സ്കൂളിൻ്റെ പണികളിൽ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഓരോരോ വഴികളിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ അരയടിക്കുന്നത് നിങ്ങളുടെ ഇവിടെ വെച്ചുള്ള നിങ്ങളുടെ സൗഹൃദങ്ങളും ചെറിയ ചെറിയ പണക്കങ്ങളും എല്ലാം നിങ്ങളുടെ ഓർമ്മകൾ. സന്തോഷം തോന്നും. അതെങ്ങനെയാണ് തോന്നേണ്ടത്? നിങ്ങൾ നല്ല നിലയിലെത്തി എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ഒരു സന്തോഷത്തിന്റെ പാക്കേജ് എന്ന നിലയിൽ നിങ്ങൾ തിരിച്ചു വരുന്ന ഒരു അവസരം വരുന്നത്. 2 ദിവസം മുമ്പ്, ഇന്നലെയാണ്. എന്താ പറയുന്നത്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാ ന്യൂ ഇയറിനും ഞാൻ എടുക്കുന്ന ഒരു റെസൊല്യൂഷനാണ് എൻ്റെ മോനെയും അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ വഴക്ക് പറയത്തില്ല. പക്ഷെ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം മുതൽ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു തോന്നുന്നു എൻ്റെ റെസൊല്യൂഷൻ എല്ലാം കൊണ്ടും മൊത്തത്തിൽ അത് തീർന്നു കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആനന്ദും അരവിന്ദും ഇവിടെ ഇവരൊക്കെ അവരുടെ വേഷവിധാനം നിങ്ങൾ എത്രയും ഇപ്പൊ ടീച്ചർ പലപ്പോഴും പറയും നമ്മൾ ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അവന്റെ നീറ്റ്നെസ്സും അവന്റെ ഡ്രസ്സിങ്ങിലും ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പെൺകുട്ടികളൊക്കെ അങ്ങനെ നിങ്ങളുടെ കൂട്ട് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു ഗ്യാങ് എങ്ങനെയാണ് എന്ന് പോലും തെളിയിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ വേഷം. നിങ്ങൾ വളരെ നേരത്തെ അതിന് പ്രിപ്പയർഡായി ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കത്തക്കതായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാം ഈ ദിവസം മനോഹരമാക്കാൻ ഇവരുടെ അധ്വാനത്തിന് നമ്മൾ വില കാണുന്നു. ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ, പിന്നെ എന്താ പറയാന്, ഞാന് 2 കൊല്ലം പഠിക്കാൻ പറ്റില്ല. അത് ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു വിഷമായിരുന്നു. ഏകദേശം 1.25 വർഷം അറിയാമായിരുന്ന ട്രാൻസ്ഫർ ഉണ്ടാവും. പിന്നെ നമ്മളുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്കൂളിലേക്ക് തന്നെ, തൊട്ടടുത്തുള്ള സ്കൂള്, അവിടെ ആദ്യം പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പൊ അങ്ങോട്ടുള്ള സ്കൂളിലേക്ക് പോകണമെന്നുള്ളത് അറിയാം. എന്നാലും നിങ്ങളെ വിട്ടു പിരിയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ആയപ്പോ ഭയങ്കര വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാല് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ സെക്കൻഡ് ഇയറിന്റെ പോർഷൻസ് ഒക്കെ സെപ്റ്റംബറിലൊക്കെ എടുത്ത് തീർത്തു. വേഗം കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെന്റിനുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിനും ഒരുമിച്ച് നിന്നത്. പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിചാരിച്ചു ചിലപ്പോൾ ട്രാൻസ്ഫർ ഇന്ന് നമുക്ക് എൻജോയ്മെന്റ്സിനുള്ള മാധ്യമങ്ങൾ വളരെയധികം കൂടുതലാണ്. സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് രാത്രി 12 മണി 1 മണി വരെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല മക്കളായിട്ട്. പിന്നെ ടീച്ചറെ ഇന്നലെ 2 പേര്, അജിത്തും അതുപോലെ കെസിയും, ടീച്ചറെ വരണം എന്ന് കുറെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കിന്ന് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ടോ. പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചും കളി കണ്ടേ നിറയെ കാണുന്നതിലെല്ലാം ഉള്ളത് പോലെ ചേരുന്നവയെല്ലാം വരവാകുന്നത് പോലെ പുലരിയുടെ രസമറിയണം കളുടെ രസമണം ചാടിത്തരും തരമതിലും മറിയില്ല മറ്റുള്ളൊരു പെണ്ണും മയത്തൊഴി കണ്ണും കളിയൂഞ്ഞാലാടും നാളിലായി മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിരി
അടിപൊളിയായിട്ട് നിന്നു. ഈ 2 വർഷം മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളുണ്ടായി. കുറേ അധികം കൂട്ടുകാരന്മാരും കൂട്ടുകാരികൾ എനിക്ക് കിട്ടി. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നെ കൂടി ചാടാതെ മിസ്സിന് ഞാൻ നന്ദി പറയുന്നു. കൊറോണ കൂടി ചാടി മിസ്സിനെ കുഴിയിൽ നിന്ന് വലിച്ച് രക്ഷപ്പെടുത്തി. പിന്നെ ഇനി ഉള്ളത് +2 എക്സാമാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. ഇനി ആകെ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാ +2 എക്സാം നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് ഇവിടുന്ന് പാസ് ഔട്ടായി പോവുക. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കും ഞാൻ എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രമിക്കണം. നന്ദി. നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. മാനുവായിട്ട് വന്ന് പഠിച്ചു കഴിഞ്ഞു. അത്രയും അശ്വതിയെന്ന് വിളിക്കും. വളരെ സന്തോഷമായിരുന്നു. ഞാനിവിടെ ട്രാൻസ്ഫർ വെച്ചാണ് വന്നത്. എട്ടിന്റെ കൂടെ ആയിരുന്നു ഞാനവിടെ. ആദ്യം പരിചയപ്പെട്ടത് നിതിനായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. അടുത്തായിട്ട് ഞാൻ അബ്ദുലിനെ വിളിക്കും. ടീച്ചറിന്റെ അടുത്തൊന്നും വലിയ താമസം വന്നില്ല. എല്ലാം അപ്പാപ്പ കൊണ്ടുപോയി എല്ലാ കേസിലും പൊക്കി. ഒരു കേസിലുണ്ടാക്കും പൊക്കും. അഡ്മിനിസ്ട്രി ടീം ടീച്ചർ എല്ലാത്തിനും കാണാൻ സപ്പോർട്ടായിട്ട് വന്നു. എല്ലാ കേസിലും ഒഴിവാക്കി വിട്ടു. ഓരോ കേസിലും ഓടി ഇംഗ്ലീഷ് ടീച്ചർ, ബയോളജി ടീച്ചർ, പുതിയതായിട്ട് വന്ന ബയോളജി ടീച്ചർ വന്നപ്പോൾ തന്നെ എല്ലാത്തിനും സപ്പോർട്ടാ. കെമിസ്ട്രി ടീച്ചർ ഇടയ്ക്ക് കളിക്കൊണ്ടുവന്ന സിനിമാവിന്റെ ഫുള്ള് സപ്പോർട്ടാ. പിന്നെ +1 +2 അടിപൊളിയായിരുന്നു. +2 വരെ ചെറിയ അടിപൊളിയായി. കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രസ്ഥാനം വിളിക്കുന്നു. ടീച്ചർമാരെ, എൻ്റെ കൂട്ടുകാരെ, നല്ലൊരു 2 വർഷമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നല്ല കൂട്ടുകാരും കിട്ടി. അടുത്ത അർജുന വിളിക്കും. പിന്നെ കൂട്ടുകാരന്മാരെ എല്ലാവരും മിസ് ചെയ്യും. പിന്നെ സഫറിന്റെ ഗ്യാങ്ങൊക്കെ അടിപൊളിയാണ്. നല്ല +1 പോയതായിരുന്നില്ല. നല്ലൊരു അനുഭവമായിരുന്നു. ക്ലാസ് ഭയങ്കര മിസ് ചെയ്യും. यादों के पुराने एल्बम में छुपा के रखे हैं हमने वो दिन. गुल्लक में पड़ी चवन्नी सी बचा के रखे हैं हमने वो दिन. ना किसी मंजिल की फिक्र थी, जिंदगी जीने की उम्र थी. दोस्ती और दोस्तों से उधार के दिन थे, वो दिन भी क्या दिन थे.